കോവിഡ് നിയന്ത്രണങ്ങളും ലോക്ക്ഡൗണും നാടിനെ വരിഞ്ഞു മുറുക്കിയ കാലം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. നാടും നഗരവും അവധിയുടെ ആലസ്യത്തിൽ. തലസ്ഥാന നഗരത്തെ നടുക്കിയ ആ ദിവസം, അതായത് 2022 ഫെബ്രുവരി 6-ാം തീയതി, തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാര ചെടികൾ വിൽക്കുന്ന കടയിൽ ജീവനക്കാരിയെ ക്രൂരമായി കൊന്നൊടുക്കിയത് ഒരാൾ പോലും അറിഞ്ഞില്ല. പിന്നീട് കട ഉടമയും നാട്ടുകാരും അന്വേഷിച്ചപ്പോഴാണ് ജീവനക്കാരി വിനീത രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. വിനീതയുടെ സ്വർണം മോഷ്ടിക്കുന്നതിനായി നടത്തിയ അരുംകൊല. ഏറെ പ്രമാദമായ വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രൻ്റെ കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. കന്യാകുമാരി സ്വദേശിയായ രാജേന്ദ്രൻ്റെ മാനസികാരോഗ്യ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. കൊലപാതകം, കൊലപ്പെടുത്തി കവർച്ച, വസ്തു കൈയേറ്റം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് അഡീഷണൽ സെഷൻസ് കോടതി പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം മുഖവിലക്കെടുത്താണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 8,10,500 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 4 ലക്ഷം രൂപ മരിച്ച വിനീതയുടെ മക്കൾക്ക് നൽകണം. പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രോസിക്യൂഷന് സഹായകരമായത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകളുമാണ്. ജില്ലാ കളക്ടർ, സൈക്കോളജിസ്റ്റ്, ജയിൽ സൂപ്രണ്ട്, റവന്യൂ വകുപ്പ് എന്നിവരുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. കൊലപാതക പരമ്പര നടത്തിയിട്ടുള്ള പ്രതി പൊതുസമൂഹത്തിന് ഭീഷണിയായതിനാൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കാര്യം പ്രതിയുടെ കുറ്റകൃത്യം വളരെ ബ്രൂട്ടലായിരുന്നു, ഇൻഹ്യൂമൺ ആയിരുന്നു. ഒരു സാധാരണക്കാരൻ ഒരിക്കലും ചെയ്യാൻ ഒക്കാത്ത രീതിയിലുള്ള മോഡസ് ഓപ്പറാൻഡിയാണ് പ്രതി ചെയ്തത്. മാത്രമല്ല പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. ഇതിപ്പോ 3 കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്ത് അതിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലൊരു മൃഗീയമായ കൊലപാതകം നടത്തിയത്. അത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രമല്ല, ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നൊരു കേസാണ്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സൈബർ ഫോറൻസിക് എവിഡൻസുമാണ് പ്രോസിക്യൂഷന് മുമ്പിലുള്ളത്. അതെല്ലാം കൃത്യമായി തെളിയിച്ച് പ്രതിയിലേക്ക് തന്നെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വിജയം. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ. പ്രതി നടത്തിയ 4 കൊലപാതകങ്ങളിൽ 3ലും ഇരകൾ സ്ത്രീകളാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടേതടക്കം 6 റിപ്പോർട്ടുകളും പ്രതിക്കെതിരായിരുന്നു. മനപരിവർത്തനം നടത്താൻ കഴിയാത്ത ക്രൂരമായി കൊലപാതക പരമ്പര നടത്തുന്നയാളാണ് പ്രതിയെന്നായിരുന്നു റിപ്പോർട്ടുകളുടെ സാരാംശം. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മനഃശാസ്ത്രജ്ഞനും മനോരോഗ വിദഗ്ധനും പ്രതിയെ പരിശോധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മകൾക്ക് നീതി കിട്ടിയെന്നായിരുന്നു വിനീതയുടെ മാതാപിതാക്കളുടെ പ്രതികരണം. തീർച്ചയായിട്ടും ഒരു വധശിക്ഷ ഞങ്ങളും പ്രതീക്ഷിച്ചു. രാവിലെ ഇറങ്ങിയപ്പോഴും വധശിക്ഷ കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തിരിച്ചത്. അതിപ്പം കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ്. നമ്മളെ മരണകാലം വരെയും ദുഃഖം മനസ്സിൽ കിടക്കുകയുള്ളൂ. കാര്യം ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരു മോളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് നല്ല എല്ലാവരുടെ അടുത്തും അവള് വളരെ സാമ്യമായിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതാണ്. അവർക്ക് നാട്ടിൽ അവിടെ തന്നെ ഇഷ്ടം പോലെ കൂട്ടുകാരും ഒക്കെ ഉള്ളതാണ്. കാര്യം എല്ലാവരുടെ അടുത്തും സാമ്യമായിട്ട് ഇടപെടുന്ന ഒരു കുട്ടിയായിരുന്നു. മാല കൊണ്ടുപോയെങ്കിലും ഞങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു. കൊച്ചിനെ കൊന്നു തോന്നി. അതിനിപ്പോ ഞങ്ങളെ മരണകാലം വരെയും ആ സങ്കടം നിലനിൽക്കുക. അതേസമയം 70 വയസ്സ് കഴിഞ്ഞ അമ്മയ്ക്ക് ഏക ആശ്രയം താനാണെന്നും പോലീസിനെ ഭയന്ന് സഹോദരനും സഹോദരിയും അമ്മയെ കാണാൻ പോലും കൂട്ടാക്കാറില്ലെന്നും പ്രതി കോടതിയെ അറിയിച്ചു. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. ഇത് തള്ളിയാണ് കോടതി പ്രതി രാജേന്ദ്രന് തൂക്കുകയർ വിധിച്ചത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച് പ്രോസിക്യൂഷൻ 118 സാക്ഷികളിൽ 96 പേരെ സാക്ഷികളായി വിസ്തരിച്ചു. പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവ്, 7 DVD എന്നിവയും 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.